ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഗുഡ് ഈവനിങ്. ഇന്ന് ആക്ച്വലി ഞാനൊരു ഈവനിങ് വ്ളോഗായിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. വ്ളോഗല്ല, ഒരു ചെറിയൊരു സ്നാക്ക് റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഓക്കെ, മുംബൈ ചാട്സ് ആണ് ഞാൻ ഇന്ന് ചെയ്യുന്നത്. അപ്പോൾ ചെറിയൊരു പോസ്റ്റർ ഒക്കെ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഞാൻ ആക്ച്വലി പൂരീസ് ഓൾറെഡി ഞാൻ ഫ്രൈ ചെയ്ത് വെച്ചു. അപ്പോൾ എങ്ങനെയാണെന്നും കൂടെ ഒന്ന് കാണിച്ചു തരാം. എല്ലാവർക്കും അറിയുന്നത് തന്നെയാണ്. ഇത് എല്ലാ മാർക്കറ്റിലും സൂപ്പർ മാർക്കറ്റിലൊക്കെ ഈസിലി അവൈലബിൾ ആണ്. സോ അത് ഞാൻ ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്യാണ്. കുറച്ച് നമുക്ക് ആവശ്യത്തിന് എടുത്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്യാം. ഒരു 2 മിനിറ്റ്സിൻ്റെ കാര്യമുള്ളൂ. അത് വൺ സൈഡ് ഫ്രൈ ആയതിനു ശേഷം അത് തന്നെ ഒന്ന് ഫ്ലിപ്പ് ആവുന്നുണ്ട്. പിന്നെ അതൊന്ന് മാറ്റി വെച്ചിട്ട് അടുത്തത് നമ്മൾ ചെയ്യുന്നത് സ്റ്റഫിംഗ് ആണ്. സ്റ്റഫിങ്ങിന് ഞാൻ ഇന്ന് എടുത്തിരിക്കുന്നത് പച്ചപ്പയർ ക്ലീൻ ചെയ്ത് വെച്ചു. അതൊന്ന് വേവിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. പൊട്ടാറ്റോവും കൂടെ വെച്ചിട്ടുണ്ട് ഞാൻ വേവിച്ച്. പിന്നെ നമ്മൾ ചെയ്യുന്നത് ഗ്രീൻ ചട്നിയാണ്. ഗ്രീൻ ചട്നിക്ക് മല്ലിയില, പുതിന, പച്ചമുളക് അതൊക്കെ ഇട്ടിട്ട് അങ്ങനെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് എടുത്തിട്ടില്ല. വേണമെന്നെങ്കിൽ പറഞ്ഞാൽ മതി, നമുക്ക് ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ചെയ്യാം. ഈസിലി ഉണ്ടാക്കാൻ പറ്റുന്ന ഗ്രീൻ ചട്നിയാണ്. പിന്നെ നമ്മളിതാ പൂരീസൊക്കെ ഒന്ന് സ്റ്റഫിങ്ങിന് വേണ്ടിയിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പൊട്ടാറ്റോയും നമ്മുടെ പച്ചപ്പയറും സ്പൈസും ഒക്കെ ഇട്ട് ഞാൻ മിക്സ് ചെയ്താണ് വെച്ചിരിക്കുന്നത്. സ്പൈസ് നമ്മൾ അതിൽ ചേർക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പ്രസൻറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ചേർക്കാവുന്നതാണ്. അപ്പോൾ മീഠാ ചട്നി റെഡിയായി. ഇത് ഗ്രീൻ ചട്നി, അതായത് തീക്ക ചട്നി. ഇത് നമ്മുടെ ദഹി ഞാൻ റെഡിയാക്കി ഒക്കെ വെച്ചിട്ടുണ്ട്. ഇതിൻ്റെയൊക്കെ ഒരു ഡീറ്റെയിൽ റെസിപ്പി വേണമെങ്കിൽ പ്ലീസ് പറഞ്ഞാൽ മതി, ഞാൻ എന്തായാലും ഒരു വീഡിയോ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മുടെ പാനിപ്പൂരിയിൽ നമ്മുടെ സ്റ്റഫിങ്സ് ഒക്കെ ഞാനത് സെർവ് ചെയ്തു. ഇനിയിപ്പോൾ നമുക്ക് നമ്മളുടെ സ്വീറ്റ് വേണമെങ്കിൽ സ്വീറ്റ്, അല്ലെങ്കിൽ സ്പൈസ് ഇഷ്ടമുള്ളവർക്ക് ആൾക്കാർക്കാണെങ്കിൽ നമ്മുടെ ഗ്രീൻ ചട്നി മാത്രം വെച്ച് വേണമെങ്കിലും ചെയ്യാം. പക്ഷേ ഞാനിവിടെ രണ്ടും കുറച്ച് അതായത് കുറച്ച് മീഠ, കുറച്ച് തീക്ക, പിന്നെ ടോപ്പിംഗ്സ് ആയിട്ട് ഉള്ളി, ഓമപ്പൊടി അതൊക്കെ വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇത് വന്നിട്ട് സേവ് പൂരിയാണ് ഞാൻ ആദ്യം കാണിക്കുന്നത്. അപ്പോൾ സേവ് പൂരി ഇങ്ങനെയാണ് ഇരിക്കുന്നത് സെർവ്ഡ്. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ചെയ്യുന്നത് ഇതേ പ്രൊസീജിയർ തന്നെയാണ്. പക്ഷേ അതിൽ നമ്മൾ ദഹി ചേർക്കുന്നു. ദഹി പൂരി ആയതുകൊണ്ട് നമ്മൾ ദഹി ചേർക്കുന്നു. അല്ലാതെ നമ്മളുടെ സ്റ്റഫിങ്സൊക്കെ അത് തന്നെയാണ്. കുറച്ച് മീഠാ ചട്നി, പിന്നെ തീക്ക ചട്നി, പിന്നെ ദഹി പൂരി ആയതുകൊണ്ട് നമ്മൾ ദഹി ചേർക്കുന്നു. പിന്നെ അതിൻ്റെ ടോപ്പിങ്സും കാര്യങ്ങളൊക്കെ ഓമപ്പൊടി അതൊക്കെ നോർമൽ തിങ് തന്നെയാണ്. ഇപ്പോൾ ചിലർക്ക് സ്വീറ്റ് ആയിരിക്കും ഇഷ്ടപ്പെടുന്നത്. അപ്പോൾ സ്വീറ്റ് മാത്രം മതി എന്ന് പറയും. സ്പൈസ് ആണെങ്കിൽ സ്പൈസ് മാത്രം മതി എന്ന് പറയും. ബോംബെയിലൊക്കെ നമ്മൾ പോകുമ്പോഴത്തേക്കും തീക്കായാണോ മീഠായാണോ എന്നൊക്കെ ചോദിക്കുക. അതൊക്കെ സത്യം പറഞ്ഞാൽ ഭയങ്കര ഒരു കേൾക്കാൻ പറ്റാത്ത ഇപ്പോൾ ഒരു വേർഡ്സാണ്. അങ്ങനെയൊക്കെ ഒരു ഭയങ്കര നൊസ്റ്റ് അടിക്കുന്ന ഒരു സംഭവമാണ്. പിന്നെ ഞാൻ ചെയ്തത് പാനിപൂരി ആയിരുന്നു. ഇതൊക്കെ ബോംബെയിലത്തെ ഒരു ട്രഡീഷണൽ സ്നാക്ക് എന്ന് വേണമെങ്കിൽ പറയാം. ഇവിടെ നമ്മൾ അത്ര കാണാറില്ല. ഉണ്ട്, കുറേ നല്ല നല്ല ഷോപ്സ് ഉണ്ട്. പക്ഷേ എന്നാൽ പോലും ബോംബെയിലാണിത് സ്ട്രീറ്റിലായിരുന്നാലും എല്ലായിടത്തും നമുക്ക് ഈസിലി കാണാൻ പറ്റുന്ന ഒരു ചാട്ട് ഐറ്റംസാണ്. ഓക്കെ, പാനിപ്പൂരി റെഡി. പിന്നെ ഞാൻ ചെയ്ത ബേൽപൂരിയാണ്. ഇതൊക്കെ നമുക്ക് വീട്ടിൽ ഈസിലി ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. നമുക്ക് വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ബേൽപൂരി അങ്ങനെ ഈസി ആയിട്ട് പെട്ടെന്ന് തന്നെ ഞാൻ റെഡിയാക്കി. അപ്പോൾ ഇത്ര മാത്രമേ ഉള്ളൂ എൻ്റെ സ്നാക്കിൻ്റെ മുംബൈ ചാട്ടിൻ്റെ റെസിപ്പീസ്. ചാട്ടെന്ന് പറയുമ്പോൾ കുറേ ഐറ്റംസ് ഉണ്ട്, പക്ഷേ ഞാൻ ചെയ്തത് ഇത്ര മാത്രമാണ്. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണം. നമുക്ക് പെട്ടെന്ന് തന്നെ നല്ലൊരു വീഡിയോ ആയിട്ട് തന്നെ കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. താങ്ക് യു.